കേരളത്തിലെ ദുരന്തങ്ങളിൽ എയർലിഫ്റ്റിംഗിന് 132 കോടി 62 ലക്ഷം രൂപ പണം ആവശ്യപ്പെട്ട ബിൽ അയച്ച കേന്ദ്ര സർക്കാർ നടപടിയെ ഹൈക്കോടതി വിമർശിച്ചു. പെട്ടെന്ന് ബില്ലുകൾ എവിടെ നിന്ന് കിട്ടി എന്ന് കോടതി ചോദിച്ചു. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് പിന്നാലെ പണം ആവശ്യപ്പെട്ടത് അത്ഭുതപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞ കോടതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ഇക്കാര്യത്തിൽ വിശദീകരണം തേടി. ആന്റണി ജിസ് ജോർജ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. ഏത് തരത്തിലുള്ള വിശദീകരണമാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് കോടതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട്? ആന്റണി ജിസ് ജോർജ്, കഴിഞ്ഞ ദിവസമാണ് ഈ കേരളത്തിൽ ഇതുവരെ നടത്തിയ രക്ഷാദൗത്യങ്ങളിൽ എയർലിഫ്റ്റിംഗിന് ചെലവായ പണം 132.62 കോടി രൂപ അത് ഉടൻ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരളത്തിന് കത്ത് നൽകിയത്. അതിലാണിപ്പോൾ ഹൈക്കോടതിയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. എന്തിനാണ് ഇപ്പോൾ ഈ 2017-ലും 2016-ലും നടന്ന രക്ഷാപ്രവർത്തനങ്ങളുടെ പണം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്? എന്തിനാണ്? പ്രത്യേകിച്ച് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ടേയുള്ളൂ. അതിന് പിന്നാലെ ഈ പണം ആവശ്യപ്പെടുന്നത് അത്ഭുതപ്പെടുത്തുന്നു എന്നുള്ളതാണ് കോടതി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം. മാത്രമല്ല, ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ പുതിയ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളം. അത് നിൽക്കുമ്പോഴാണ് വീണ്ടും തുക ആവശ്യപ്പെടുന്നത്. ഇത്രയും നാൾ കാത്തിരുന്നതല്ലേ, ഇനിയും കാത്തിരുന്നു കൂടെ ഒരു 6 മാസം കൂടിയെന്നും കോടതി ചോദിച്ചു. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു വിശദമായ വിശദീകരണം നൽകണമെന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, കോടതി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ഈ 132 കോടി രൂപ ചെലവായെന്ന് പല ഘട്ടങ്ങളിലായി ചെലവായെന്ന് പറയുമ്പോൾ ഈ വയനാട് ദുരന്തത്തിന് ചെലവായത് 13 കോടി രൂപ മാത്രമാണ്. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ പെട്ടെന്ന് മറ്റു ബില്ലുകളൊക്കെ ഈ പെട്ടെന്ന് എവിടെ നിന്നാണ് വന്നതെന്നും കോടതി ചോദിച്ചു. ഏതായാലും അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ വിശദീകരണം നൽകണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി, വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തമടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കേരളത്തിന് അർഹമായ സഹായം ലഭിക്കാതിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന വിമർശനം വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ ദുരന്തങ്ങളിൽ വ്യക്തികളെയും വസ്തുവകകളെയും വിമാനവും അതേപോലെ തന്നെ ഹെലികോപ്റ്ററും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പൊക്കിയെടുത്ത് സംരക്ഷിക്കുകയും സുരക്ഷാ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന പ്രക്രിയയായ എയർലിഫ്റ്റിംഗിന് 132 കോടി രൂപ 62 ലക്ഷം രൂപ പണം ആവശ്യപ്പെട്ട ബിൽ അയച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടിയെ ഹൈക്കോടതി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഈ ബില്ലുകളൊക്കെ എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം തന്നെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് പിന്നാലെ പണം ആവശ്യപ്പെട്ടത് അത്ഭുതപ്പെടുത്തുന്നുവെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ഇക്കാര്യത്തിൽ വിശദീകരണം തേടുകയും ചെയ്തിരിക്കുന്നു. ആന്റണി ജിസ് ജോർജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.